ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സിവിൽ സ്റ്റഡി ഹബ്. നമ്മളിന്ന് പോളിഗണിന് ശേഷം കോണിക് സെക്ഷൻസും കേർവ്സും ആണ് നോക്കാൻ പോകുന്നത്. കോണിക് സെക്ഷൻ്റെ ബേസിക്കലി PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ കോണിക് സെക്ഷനിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഹൈപ്പർബോള, പരാബോള, അതുപോലെ എലിപ്സ് ഇവയെ പറ്റിയാണ്. അപ്പോൾ ഒരു കോണിക് സെക്ഷൻ എന്താണെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. എങ്ങനെയാണ് ഒരു കോണിക് സെക്ഷൻ ഉണ്ടാവുന്നത് എന്നത്. അപ്പോൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് പൊതുവെ ഒരു കോണിനെ ഒരു പ്ലെയിൻ വെച്ച്, ഏതെങ്കിലും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ച്, അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ വെച്ച്, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്ഷൻസിനെയാണ് നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഷേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് രണ്ട് കോൺസ് ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിനൊരു വെർട്ടിക്കൽ ആക്സിസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് വെർട്ടെക്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ജനറേറ്റേഴ്സും കാണിച്ചിട്ടുണ്ട്. ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺസിനെയാണ് നമ്മൾ നാപ്പേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് എക്സെൻട്രിസിറ്റി, ആദ്യം തന്നെ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ടേമാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കോണിക് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിനൊരു എക്സെൻട്രിസിറ്റി ഉണ്ടാവും. അതായത് ആ കോണിക് സെക്ഷനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് അതിൻ്റെ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡയറക്ട്രിക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഒരു പോയിൻ്റ് എടുത്ത് ആ പോയിന്റിൽ നിന്ന് കോണിക് സെക്ഷൻ്റെ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡയറക്ട്രിക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഈ പറഞ്ഞ ഡയറക്ട്രിക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ലൈനാണ്. നമ്മൾ ആ കോണിക് സെക്ഷനെ ആ ലൈൻ വെച്ച് ഡിഫൈൻ ചെയ്ത് പറയാറുണ്ട്. ഇനി ഈ പറഞ്ഞ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ കോണിക്സിനും ഒരു ഫോക്കസ് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. നമ്മൾ ഡയറക്ട്രിക്സ് പറഞ്ഞ പോലെ തന്നെ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോയിൻ്റാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് കൺവേർജ് ചെയ്ത് റേസ് നമ്മൾ വരുന്നത്, ആ കോണിക് സെക്ഷൻ്റെ റേസ് കൺവേർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫോക്കസ് ഇസ് എ പോയിന്റ് യൂസ് ടു ഡിഫൈൻ കോണിക് സെക്ഷൻ അറ്റ് വിച്ച് റേസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ കർവ് കൺവേർജസ്. ഫിഗറിൽ കാണിച്ചിട്ടുള്ള വെർട്ടെക്സ് എന്ന പോയിന്റ് ഫിഗറിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അത് എന്താണ്, ആക്സിസിനെ കോണിക് കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ആൻ എക്സ്ട്രീം പോയിന്റ് അറ്റ് വിച്ച് കോണിക് കട്ട്സ് ഇറ്റ്സ് ആക്സിസ്. ഇനി നമുക്ക് ആദ്യത്തെ കോണിക് സെക്ഷനിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർബോളയെ പറ്റിയിട്ടാണ്. ഹൈപ്പർബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറിൽ കാണിച്ചിട്ടുള്ള പോലുള്ള ഷേപ്പാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷൻ പ്ലെയിൻ ആ കാണിച്ചിട്ടുള്ള ഡബിൾ കോണിനെ രണ്ട് ഭാഗത്തും കട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ടു ദ ആക്സിസ് ഓഫ് റെവല്യൂഷൻ. അതായത് ആക്സിസിൻ്റെ വൺ സൈഡിൽ രണ്ട് കോണിനെയും കട്ട് ചെയ്യുന്ന ഷേപ്പിനാണ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ദ പ്ലെയിൻ കട്ട് ബോത്ത് ദ പാർട്സ് ഓഫ് എ ഡബിൾ കോൺ ഓൺ വൺ സൈഡ് ഓഫ് ദ ആക്സിസ്, അതിനാണ് നമ്മൾ ഹൈപ്പർബോള എന്ന് പറയുക. ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഹൈപ്പർബോളയ്ക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ രണ്ട് ഫോക്കസും അല്ലാതെ രണ്ട് ഫോസൈകളും രണ്ട് ഡയറക്ട്രിക്സുമാണ് ഉണ്ടാവുക. നെക്സ്റ്റ് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് പാരബോളയാണ്. പാരബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ടു ആക്സിസും അതുപോലെ ജനറേറ്റേഴ്സിന് ഏതെങ്കിലും ഒരു എൻ ജനറേറ്റേഴ്സിന് പാരലൽ ആയിട്ടും ആയിരിക്കും. അത് ഇഫ് ദ സെക്ഷൻ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ആക്സിസ് ആൻഡ് പാരലൽ ടു വൺ ഓഫ് ദ എൻ ജനറേറ്റേഴ്സ്. പാരബോളൻ്റെ കേസിൽ ഒരു ഡയറക്ട്രിക്സും ഒരു ഫോക്കസും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഡയറക്ട്രിക്സും ഒരു ഫോക്കസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാരബോള ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ എക്സെൻട്രിസിറ്റി ഓഫ് പാരബോള എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമ്മൾ അടുത്ത കോണിക് സെക്ഷൻ നോക്കാൻ പോവാണ് എലിപ്സ്. എലിപ്സും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഷേപ്പ് തന്നെയാണ്. ഇവിടെ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻ ടു ആക്സിസ് ഓഫ് കോണും അതുപോലെ തന്നെ എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്ത് പോകുന്ന സെക്ഷനും കൂടെയാണ്. കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ആക്സിസ് ഓഫ് കോൺ ആൻഡ് കട്ട് ഓൾ ദ ജനറേറ്റർ, അല്ലെങ്കിൽ നമുക്ക് പറയാം അത് ത്രൂ ദ ജനറേറ്റേഴ്സ് ആണ് കട്ട് ചെയ്ത് പോകുന്നത്. എലിപ്സിൻ്റെ കേസിലും രണ്ട് ഡയറക്ട്രിക്സും രണ്ട് ഫോസയും ഉണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എലിപ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എലിപ്സിൻ്റെ കേസിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ദ സം ഓഫ് ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിൻറ്റ്സ് ഈസ് കോൺസ്റ്റൻറ്റ് സച്ച് എ
കോണിക് സെക്ഷൻ ഈസ് നോൺ ആസ് ആൻ എലിപ്സ്. യൂഷ്വലി നമ്മൾ എലിപ്സ് വരക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ അടയാളപ്പെടുന്ന രണ്ട് ആൾക്കാരാണ് മേജർ ആക്സിസും മൈനർ ആക്സിസും. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ ഒരു എലിപ്സിൻ്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും കാണിക്കുക. ഇനി അടുത്ത സർക്കിൾ എന്ന് പറയുന്നത് എലിപ്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അതായത് വെൻ ദ മേജർ ആൻഡ് മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് ആർ ഈക്വൽ സച്ച് എ സെക്ഷൻ ഈസ് നോൺ ആസ് സർക്കിൾ. അപ്പോൾ നമുക്കിനി പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സെൻറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സർക്കിളെല്ലാം അതിൻ്റെ റേഡിയസോ ഡയമീറ്ററോ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ് ഇൻ ദ പ്ലെയിൻ. അതായത് സർക്കിളിലെ എല്ലാ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ നിന്ന് പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് വരുന്ന പോയിൻറ്റ്സ് ആണ്. അതായത് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഫിക്സഡ് പോയിൻ്റ് ആണ് സെൻറ്റർ, അതുപോലെ ആ ഫിക്സഡ് ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. സർക്കിളിൻ്റെ കേസിൽ എക്സെൻട്രിസിറ്റി 0 ആണ്. അതുപോലെ തന്നെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് 2D പ്ലെയിനിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ട്രിക്സ് സർക്കിളിന് ഇല്ല. ഇനി നമുക്ക് നോക്കേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടുഗെദർ നമ്മളൊരു ടാബുലേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കോണിക് സെക്ഷനും എക്സെൻട്രിസിറ്റിയും ഫോക്കസും ഡയറക്ട്രിക്സും വെച്ച് കാണിച്ചിട്ടുള്ള ഫിഗറിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതായത് ടേബിളിൽ കൊടുത്തിട്ടുണ്ട് എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള ഗ്രേറ്റർ ദാൻ 1, എലിപ്സ് ലെസ് ദാൻ 1, പാരബോള ഈക്വൽ ടു 1, സർക്കിൾ ഈക്വൽ ടു 0. ഇതാണ് കോമൺ ആയിട്ട് PSC ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് കേർവ്സിനെ പറ്റി നോക്കുകയാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് സ്പൈറലാണ്. സ്പൈറൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിൻറ്റ് വിച്ച് റിവോൾവ്സ് എറൗണ്ട് എ ഫിക്സഡ് പോയിൻറ്റ് ആൻഡ് ദ സെയിം മൂവ് ടുവേർഡ്സ് ഇറ്റ്. അതായത് ഒരു ഫിക്സഡ് പോയിൻറ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് വേറൊരു പോയിൻറ്റിനെ നമ്മൾ അതിനെ റിവോൾവ് ചെയ്യുന്നതായിട്ട് പരിഗണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന കർവിനെയാണ് സ്പൈറൽ എന്ന് പറയുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹെലിക്സ് ആണ്. ഹെലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കർവ് ജനറേറ്റഡ് ബൈ എ പോയിൻറ്റ് വിച്ച് മൂവ്സ് അറൗണ്ട് ദ സർഫസ് ഓഫ് എ സിലിണ്ടർ ഓർ എ കോൺ. അതായത് സിലിണ്ടറിൻ്റെയോ കോണിനെയോ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പോയിൻറ്റ് അതിനെ ചുറ്റി അതിൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കർവാണ് ഹെലിക്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്ലോയിഡിനെ പറ്റി നോക്കാൻ പോവാണ്. സൈക്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കസ് ഓഫ് എ ഫിക്സഡ് പോയിൻറ്റ് ഓൺ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ വിച്ച് റോൾസ് എലോങ് എ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ വിചാരിക്കുകയാണ് ഒരു സർക്കിൾ പറയാ ടയർ, ആ ടയർ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ റോൾ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ സർക്കംഫറൻസിൽ കൂടെ ഉണ്ടാവുന്ന ഒരു പോയിൻറ്റിനെ നമ്മൾ വെച്ച് ലോക്കസിലൂടെ വരക്കുന്ന കർവിനാണ് നമ്മൾ എന്ത് പറയുക, സൈക്ലോയിഡ് എന്ന് പറയുക. ഇനി നമുക്ക് സൈക്ലോയിഡിൻ്റെ സ്പെഷ്യൽ കേസസ് നോക്കാം. അതായത് സൈക്ലോയിഡിനെ തന്നെ 2 വേർഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ, അതായത് എപ്പിസൈക്ലോയിഡ് ഉണ്ട്, ഹൈപ്പോസൈക്ലോയിഡ് ഉണ്ട്. എപ്പിസൈക്ലോയിഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സർക്കിളിൻ്റെ സർക്കംഫറൻസിലുള്ള ഒരു പോയിൻറ്റിനെ വെച്ചുകൊണ്ട് ലോക്കസിനെ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കർവ് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന സർക്കിളിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് വേറൊരു സർക്കിളിൻ്റെ ഔട്ട്സൈഡിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിൽ കിട്ടുന്ന കർവാണ് എപ്പിസൈക്ലോയിഡ്. അതായത് ഒരു സർക്കിൾ വേറൊരു സർക്കിളിൻ്റെ മുകളിലൂടെ ജസ്റ്റ് റോൾ ചെയ്യുന്നു, സ്ലിപ്പ് ചെയ്യാതെ റോൾ ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എടുത്തുകൊണ്ട് നമ്മളൊരു ലോക്കസ് കൊണ്ട് ഒരു കർവ് വരക്കുകയാണെങ്കിൽ the locus of a fixed point on circumference of a circle which rolls without slipping along outside of another circle. അതാണ് എപ്പിസൈക്ലോയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹൈപ്പോസൈക്ലോയിഡ് ആണ്. ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിനെ ഒന്ന് മാറ്റിയാൽ മതി. നമ്മൾ ഔട്ട്സൈഡ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നതിന് പകരം ഇൻസൈഡ് ഓഫ് ദ അനദർ സർക്കിൾ എന്ന് പറഞ്ഞാൽ മതി. അതായത് ലോക്കസ് ഓഫ് ഫിക്സഡ് പോയിന്റ് ഓൺ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വെൻ ഇറ്റ് മൂവ്സ് ഇൻസൈഡ് ഓഫ് അനദർ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ അകത്ത് വേറൊരു സർക്കിൾ റോൾ ചെയ്യുകയാണെങ്കിൽ അതിലൊരു പോയിന്റിനെ എടുത്ത് നമ്മൾ ലോക്കസ് ചെയ്ത് കർവ് വരക്കുകയാണെങ്കിൽ അതാണ് ഹൈപ്പോസൈക്ലോയിഡ്. ഒരു സർക്കുലർ കോണിനെ അല്ലെങ്കിൽ ഒരു പോളിഗണിനെ നമ്മളൊരു ത്രെഡ് അല്ലെങ്കിൽ സ്ട്രിങ് വെച്ച് നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അൺവൈൻഡ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ അൺവൗണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഒരു കർവിനാണ് നമ്മൾ ഇൻവല്യൂട്ട് എന്ന് പറയുക. അതായത് ലോക്കസ് ഓഫ് എ സ്ട്രിങ് ഓർ ത്രെഡ് വെൻ ഇറ്റ് ഈസ് അൺവൗണ്ട് ഫ്രം എ സർക്കിൾ ഓർ സർക്കുലർ കോൺ ഓർ എ പോളിഗൺ ഈസ് ആൻ ഇൻവല്യൂട്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊരു പോർഷനാണ് സെഗ്മെൻറ്റ് ആൻഡ് സെക്ടർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അതായത് ഒരു സർക്കിൾ എടുത്തിട്ട് നമ്മൾ ഒരു കോഡും
അതുപോലെ തന്നെ പാർട്ട് ഓഫ് ആൻ ആർക്കും. അത് തമ്മിലുള്ള ബൗണ്ടഡ് ആയിട്ടുള്ള ഫിഗറിനെയാണ് നമ്മൾ സെഗ്മെൻറ്റ് എന്ന് പറയുക. രണ്ടാമത്തെ ഫിഗറിൽ എ എന്ന് കാണിച്ചിട്ടുള്ളതാണ് കോഡ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ആൻ ആർക്ക്. അതുപോലെ 2 റേഡിയസും അതിൻ്റെ ഇടയിലുള്ള ആർക്കും തമ്മിലുള്ള പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുക. അതായത് പാർട്ട് ഓഫ് എ സർക്കിൾ ബൗണ്ടഡ് ബൈ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് കോഡ് ഇസ് സെഗ്മെൻറ്റ്, ആൻഡ് പാർട്ട് ഓഫ് സർക്കിൾ കണ്ടൈൻഡ് ബൈ 2 റേഡിയൈ ആൻഡ് ആൻ ആർക്ക് ബിറ്റ്വീൻ ദം ഇസ് സെക്ടർ. ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് സെക്ടറാണ്, രണ്ടാമത്തെ ഫിഗറാണ് സെഗ്മെൻറ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തിട്ടുള്ള തിയറി പോർഷൻസ് ആണ്. അതുപോലെ തന്നെ ബാക്കി ഒരു കുറച്ച് ചോദ്യങ്ങൾ കൂടെ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചേർക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും ഞങ്ങളെ അറിയിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നീട് വരും സെഷനുകളിൽ ചേർക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കുക.